ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 2025 മോഡൽ എക്സാമിൻ്റെ 16th ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ഓഫ് ദ പരാബോള ഗിവൺ ഇൻ ദ ഫിഗർ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x. അപ്പോൾ ഒരു പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഏതാണ്? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x. ഫൈൻഡ് ദ ഫോക്കസ് എസ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എൽ ഡാഷ് ഓഫ് ദ പരാബോള. ഈ എസിൻ്റെ വാല്യൂ കാണും, ഈ എൽ ഡാഷിൻ്റെ ലെങ്ത്തും കാണണം. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്താണ്? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x. നമ്മളുടെ ഗിവൺ പരാബോള എന്താണ്? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 4a ഇസ് ഈക്വൽ ടു 8 എന്ന് വരും അല്ലേ? 4a ഇസ് ഈക്വൽ ടു 8. അപ്പോൾ a ഇസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ എന്താണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോക്കസ് എന്താണ് വരിക? ഫോക്കസ് ഇസ് ഈക്വൽ ടു a,0. ഫോക്കസ് എന്താ വരിക? 2,0 എന്ന് വന്നു. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ 4a ആണ്. ദാറ്റ് മീൻസ് 4 ഇൻറ്റു എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 2 ഇസ് ഈക്വൽ ടു 8. അപ്പോൾ അതിൻ്റെ വാല്യൂ 8 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ലാറ്റസ് റെക്ടം എൽ ഡാഷ് ഓഫ് ദ പരാബോള ഈസ് എ കോഡ് ടു ദ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അതായത് എൽ ഡാഷ് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഒരു കോഡാണ്. അതായത് എൽ ഡാഷ് സർക്കിളിൻ്റെ കോഡാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ കാണാനാണ്. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ ഓഫ് സർക്കിൾ കാണാൻ വേണ്ടത്? ഒരു പോയിൻറ്റും വേണം, എന്ത് വേണം? സെൻറ്ററും വേണം അല്ലേ? അല്ല, സെൻറ്റർ ഇവിടെ 0 0 ആണ്. ഒരു പോയിൻറ്റ് വേണം, റേഡിയസ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എൽ എന്നുള്ളൊരു പോയിൻ്റ് എടുക്കുക. എന്നിട്ട് ഈ ഒ എൽ എന്നുള്ള ഡിസ്റ്റൻസ് കാണുക. ഒ എൽ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്? റേഡിയസ് 6 ആണ്. അപ്പോൾ എൽ എന്നുള്ള പോയിൻ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒ എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 അല്ലേ വരുന്നത് ഫോക്കസിലൂടെ പാസ് ചെയ്ത്. അപ്പോൾ ഇത് 2 ആണ്. ഇത് എസ് എൽ എന്ന് പറയുന്നത് 4a ഹാഫാണ് എസ് എൽ. ദാറ്റ് മീൻസ് എത്ര വരും? 2a വരും. അപ്പം എസ് എല്ലിൻ്റെ വാല്യൂ 2a വരും. ഈ ഒ എസിൻ്റെ വാല്യൂ എന്ത് വരും? a വരും. അപ്പം എൽ എന്നുള്ള കോർഡിനേറ്റ് ഏതൊക്കെ വരിക? a,2a എന്ന് വന്നു. അപ്പോൾ എയുടെ വാല്യൂ അറിയാം എന്താണ്? 2 ആണ്. 2a മീൻസ് 2 × 2 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലിൻ്റെ ആ കോർഡിനേറ്റ്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഒ എസിൻ്റെ വാല്യൂ ഇപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? ഒ എസ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഒ എസ് ഈക്വൽ ടു 2 ആൻഡ് എസ് എൽ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻ്റ് എൽ എന്ന് പറയുന്ന പോയിൻ്റ് ഏതൊക്കെയാണ് വരുന്നത്? 2,4 എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഒരു പോയിൻ്റ് കിട്ടി. ഇനി എന്ത് വേണം? റേഡിയസ് വേണം. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലേ? ഈ ഒ എൽ എന്ന് പറയുന്നതാണ് റേഡിയസ്. അപ്പോൾ ഒ എൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒ എസ് സ്ക്വയർ പ്ലസ് എസ് എൽ സ്ക്വയർ. ദാറ്റ് മീൻസ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ് എന്ത്? ഒ എൽ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി? ഒ എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒ എസ് സ്ക്വയർ പ്ലസ് എസ് എൽ സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് മീൻസ് റൂട്ട് 4 പ്ലസ് 16 ഇസ് ഈക്വൽ ടു റൂട്ട് 20 എന്ന് വന്നു. അപ്പോൾ ഒ എൽ ആണ് എന്ത്? 6. ദിസ് വാല്യൂ ആണ് എന്ത്? 6 റേഡിയസ്. ദെർഫോർ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താ വരിക? ഇവിടെ സെൻറ്റർ 0 0 ആണല്ലോ. അപ്പോൾ എന്താ ഇക്വേഷൻ ഓഫ് സർക്കിൾ വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ആറിൻ്റെ വാല്യൂ എന്താണ്? റൂട്ട് 20. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ത് വരും? 20 എന്ന് വരും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ.